2024-25 വാർഷിക പദ്ധതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വാർഡ് സഭ കൂടിയിട്ടുള്ളത്. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളും ഒരുപാട് സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാലക്കുടി നഗരസഭ വാർഡ് 23-ലെ വാർഡ് സഭ ഇറിഗേഷൻ IBയിൽ കൗൺസിലർ ബിന്ദു ശശികുമാറിൻ്റെ അധ്യക്ഷതയിൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. ആനി ടീച്ചറുടെ പ്രാർത്ഥനയോടെ വാർഡ് സഭ ആരംഭിച്ചു. ഇക്കാലയളവിൽ മരിച്ചുപോയ എല്ലാ വ്യക്തികൾക്കും വാർഡ് സഭ അനുശോചനം രേഖപ്പെടുത്തി. വാർഡംഗം ജെയിംസ് കച്ചിറക്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ഗിരിജ വല്ലഭൻ, മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ശ്രീഷ്മ ചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ ജയജക്സ്, ശുചിത്വ വികസനത്തിനുള്ള ഉപഹാരം ലഭിച്ച ശ്രീമതി ആനി എന്നിവരെയും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് ആദരിച്ചു. ഡിജി കേരളം പദ്ധതിയെക്കുറിച്ച് മുനിസിപ്പൽ കോർഡിനേറ്ററായ വിഷ്ണു വിശദീകരണം നൽകി. 2024-25 വാർഷിക പദ്ധതി ഗുണഭോക്തൃ പട്ടിക അംഗീകരിച്ചു. തുടർന്ന് സ്വച്ഛതാക്കി സേവ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ വാർഡ് സംബന്ധമായ മറ്റ് ചർച്ചകൾ നടന്നു. ഡേവിസ് മൽപ്പാൻ, സെബാസ്റ്റ്യൻ കല്ലിങ്ങൽ മാസ്റ്റർ, ശ്രേയ കെ സുഗതൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. P. അശോകൻ സ്മാരക മെറിറ്റോറിയസ് അവാർഡിന് അർഹനായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിന് ശ്രീ ജെയിംസ് കച്ചിറക്കൽ വാർഡ് 23-ന്റെ ആദരവ് നൽകുകയും ചെയ്തു. 23-ാം വാർഡ് എല്ലാത്തിനും മാതൃകയാണ്. എല്ലാ തരത്തിലും ഇപ്പോൾ ലീലാവല്ലഭൻ സാറിനെ പോലെ തന്നെ ഓരോ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒത്തിരി ആളുകളുള്ള, ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, എല്ലാം കൂടി മാതൃകയായിട്ടുള്ള ഒരു വാർഡാണ്. ഇവിടെ നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടാൻ പോലെ ഞങ്ങളൊക്കെ കൗൺസിലേഴ്സ് പലപ്പോഴും വളരെ ചാലക്കുടി വിട്ടു പോകാത്ത അല്ലെങ്കിൽ കേരളം വിട്ടു പോകാത്തൊക്കെ ആളുകളാണ് കൂടെ പലരും പല മേഖലകളിലും. ഇപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ ഇപ്പോൾ ശ്വേത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിൽ ഓൺലി വണ്ണാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് വാങ്ങിക്കുന്ന 5 കുട്ടികൾക്കും മറ്റൊരു ശ്വേതയാവാൻ അല്ലെങ്കിൽ മറ്റൊരു സിവിൽ സർവീസിലോ കളക്ടറോ SP അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ തൊട്ട് പിന്നിലിരിക്കുന്ന ആദരവ് പറ്റുന്ന ആളുകളെ പോലെ സമൂഹത്തിൽ പല മേഖലകളിലും ഇത് വാട്സാപ്പ് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ പദ്ധതികൾ രൂപീകരണവും ആസൂത്രണവും അത് നടപ്പിലാക്കലും മാത്രമല്ല, നമ്മൾ നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിന് ബിന്ദു ശശികുമാർ വലിയൊരു മാതൃകയാണ്. ഇത്തരത്തിൽ എപ്പോഴൊക്കെ കുട്ടികളെയും അതുപോലെ കഴിവുള്ള ആളുകളെ ആദരിക്കാൻ കിട്ടുന്ന സമയമൊക്കെ വാർഡ് ആദരിച്ചുകൊണ്ടിരിക്കും. ഡിജി കേരളം എല്ലാവരും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വാർഡ് സഭയുടെ പ്രത്യേകത തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ പണ്ടൊക്കെ കടലാസിലാണ് എല്ലാ കാര്യവും നമുക്ക് വേണ്ടതൊക്കെ എഴുതി തന്നിരുന്നത് പദ്ധതിയിലെ, അല്ലേ? പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇതെല്ലാം അതിന് ഒരു പ്രത്യേക ക്രെഡിറ്റ് നമ്മുടെ ബിജു ചേട്ടനാണ് കൊടുക്കേണ്ടത്. കാരണം ബിജു എസ് ചെറിയത്താണ് നിർബന്ധം പറഞ്ഞ എല്ലാ കൗൺസിലർമാരെയും നിർബന്ധം പറഞ്ഞത് ഓൺലൈനിൽ, ഇനി നമ്മൾ ഓൺലൈനിൽ പോകേണ്ട കാലഘട്ടമായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഡിജി കേരളം മാത്രം പോരാ, നമ്മുടെ അപേക്ഷയും ഓൺലൈനിൽ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് 36 കൗൺസിലർമാരെ കൊണ്ടും സമ്മതിപ്പിച്ച് ഗൂഗിൾ ഫോം നമുക്ക് ഉണ്ടാക്കി തന്ന് ബിജുചേട്ടൻ അത് എല്ലാവരുടെയും ഇത് നമ്മുടെ വാട്സപ്പ് മുഖേന അവർക്ക് ചെയ്യാൻ അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നഗരസഭയിലെ 36 കൗൺസിലർമാരും ഓൺലൈനിലേക്ക് പോകാനുള്ള കാര്യമുണ്ടായത്. വ്യക്തിയാണ് ജക്സ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നമ്മൾ അംഗീകാരം കൊടുക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജക്സിനെ നമ്മൾ ഈ രീതിയിൽ ആദരിക്കുന്നത്. ജക്സിനെ ഞങ്ങളുടെ വാർഡിൻ്റെ വക എല്ലാ അഭിനന്ദനങ്ങളും നേടുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ വീട് കൊടകര അടുത്ത് അവിട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആക്ച്വലി ഞാൻ എനിക്ക് താമസിക്കുന്നത് എൻ്റെ വീട് അവിടെയാണ്. പക്ഷെ ഞാൻ എൻ്റെ വീടിനേക്കാളും എൻ്റെ നാടിനേക്കാളും അടുത്ത് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എൻ്റെ ഒരു ലൈഫിൻ്റെ ഫുൾ റൗണ്ടായി. ഞാൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തിരിച്ച് എന്താ പറയുക, ഐ ഫീൽ പ്രൗഡ്, സന്തോഷം. അതാണ് സത്യത്തിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുപ്പി ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചത്. കാരണം ഇപ്പോൾ ആൻറ്റി പറഞ്ഞ പോലെ ആൻറ്റി മോളാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. കാരണം ആൻറ്റിയുടെ മോളുടെ കൂടെയൊക്കെ യാക്കോബിന്റെ മോളുടെ കൂടെയൊക്കെയാണ് ഞാനിവിടെ ഒരു ടീമുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മളിവിടെ ജൂതജയമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയിലൊക്കെ നമ്മൾ ഡാൻസ് ചെയ്തും എന്താ പറയുക, ഞാൻ ഇവിടുത്തെ ആളാണ് സത്യത്തിൽ. ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അത്ര തന്നെ. ഈ പ്രൈസ് എനിക്ക് തന്ന ഈ വാർഡിലെ വിധി ചേച്ചിക്ക് എല്ലാവർക്കും നന്ദി. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോ നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും
പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല.